മലയാള സിനിമാ താരസംഘടനയായ AMMയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീതിതവും കലുഷിതവുമായ നാളുകളിലൂടെയാണ് സംഘടന ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ പലവിധ ആഭ്യന്തര പ്രശ്നങ്ങളും പരസ്യമായ തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു കാലത്ത് അഭിനേതാക്കളുടെ അനിഷേധ്യമായ ഐക്യത്തിൻ്റെ പ്രതീകമായിരുന്ന ഒരു വലിയ പ്രസ്ഥാനം ഇത്രത്തോളം ജീർണാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്നത് മലയാള സിനിമയെ സ്നേഹിക്കുന്ന പൊതുസമൂഹത്തെയും ചലച്ചിത്ര പ്രേമികളെയും ഒരേപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ശ്വേതാ മേനോൻ പ്രസിഡന്റായും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും ചുമതലയേറ്റെടുത്തതിന് ശേഷം സംഘടനയ്ക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചേരിപ്പോരുകളും അസ്വാരസ്യങ്ങളും ഇപ്പോൾ ലക്കൻ ലഗാനമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്കും അതുപോലെ പൊതുജന മധ്യത്തിലേക്കും വരെ തെറിച്ചു വീണിരിക്കുകയാണ്. സാമ്പത്തിക തട്ടിപ്പുകളുടെ പരമ്പരകളും കുടുംബമേളയുമായി ബന്ധപ്പെട്ട് നടന്ന വൻ ക്രമക്കേടുകളും ഭാരവാഹികൾ തമ്മിലുള്ള ആശയവിനിമയത്തിലെ വലിയ വിടവുകളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും അശ്ലീല വർഷങ്ങളും വരെ ചേർന്നുകൊണ്ട് AMM എന്ന സംഘടനയുടെ അടിത്തറയെ തന്നെ പൂർണ്ണമായും ഇളക്കിമറിക്കുന്ന ആഭ്യന്തര യുദ്ധത്തിനാണ് ഇപ്പോൾ കൊച്ചി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയ സ്ഫോടനാത്മകമായ സാഹചര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവായി മാറിയത് സംഘടന അടുത്തിടെ നടത്തിയ കുടുംബമേളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലെ കനത്ത ക്രമക്കേടുകളാണ്. കുടുംബമേളയുടെ സൗണ്ട് സിസ്റ്റം വാടകയ്ക്കെടുത്ത ആ വകയിൽ ലക്ഷങ്ങളുടെ വൻ തട്ടിപ്പ് നടന്നതായി സംഘടനയിലെ വലിയൊരു വിഭാഗം ഭാരവാഹികൾ തന്നെ രേഖാമൂലം ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഈ കരാർ യാതൊരുവിധ സുതാര്യതയും ഇല്ലാതെയാണ് സ്വന്തമാക്കിയത് സംഘടനയിലെ ഒരു പ്രമുഖ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിൻ്റെ ഭർത്താവായിരുന്നു എന്നതിൻ്റെ ഇതിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. കൺസൾട്ടേഷൻ ഫീസ് എന്ന വ്യാജ പേരിൽ സംഘടനയുടെ ഫണ്ടിൽ നിന്നും വളരെ ഭീമമായ തുക ഇവർ അധികമായി ഈടാക്കിയതായാണ് ഒരു കൂട്ടം അംഗങ്ങളെ ശക്തമായ പരസ്യപ്രശ്നത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ മേളയുടെ കാറ്ററിംഗ് കരാറിലും 5 ലക്ഷത്തോളം രൂപയുടെ വലിയ അഴിമതി നടന്നതായി പരക്കെ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. വർഷങ്ങളായി ഇത്തരം പരിപാടികൾക്ക് കൃത്യമായ കാറ്ററിംഗ് കരാർ നൽകിയിരുന്ന വിശ്വസ്തരായ ആളുകളെ യാതൊരു കാരണവുമില്ലാതെ പെട്ടെന്ന് മാറ്റി നിർത്തി പുതിയ വ്യക്തികൾക്ക് ഈ ചുമതല നൽകിയതിന് പിന്നിൽ വലിയ സാമ്പത്തിക താല്പര്യമുണ്ടെന്നാണ് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ. കഴിഞ്ഞ വർഷം വെറും 4 ലക്ഷം രൂപ മാത്രം ചെലവഴിച്ച് അതിമനോഹരമായി നടത്തിയ സംഗീത പരിപാടിയുടെ ചെലവ് ഇത്തവണ യാതൊരു നീതീകരണവുമില്ലാതെ 11 ലക്ഷം രൂപയായി ഉയർത്തിക്കാണിച്ചതും കടുത്ത സാമ്പത്തിക ചൂഷണത്തിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. ഈ പറയുന്ന എല്ലാ വിഴുപ്പലകൾക്കും സാമ്പത്തിക തിരിമറികൾക്കും പിന്നിൽ ഒരു പ്രത്യേക എക്സിക്യൂട്ടീവ് അംഗത്തിന്റെ നേരിട്ടുള്ള പങ്കാളിത്തമുണ്ടെന്നാണ് വിമർശകർ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക തർക്കങ്ങളുടെ പരമ്പര ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. സംഘടനയിലെ അച്ചടക്ക സമിതി രൂപീകരിക്കുന്നതിനായി ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ മറ്റു ഭാരവാഹികളോടോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോടോ യാതൊരുവിധ ആലോചന നടത്താതെ ഏകപക്ഷീയമായി 95,000 രൂപയോളം ചെലവഴിച്ചതായും കടുത്ത കുറ്റപ്പെടുത്തലുകൾ ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് സിനിമാ മേഖലയിലെ യുവതാരങ്ങളെ പരമാവധി വോട്ട് ചെയ്യിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ക്യാമ്പയിൻ ഏറ്റെടുത്ത് നടത്തിയതിന് പിന്നിലും 1-2 എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടായിരുന്നു. യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരു തട്ടിക്കൂട്ട് കമ്പനി പെട്ടെന്നുണ്ടാക്കിയെടുത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫണ്ട് വരെ ഇവർ സ്വന്തം പോക്കറ്റിലാക്കിയെന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ പ്രചരിക്കുന്നത്. ഈ വിട്ടുമാറാത്ത സാമ്പത്തിക തർക്കങ്ങൾ ഒടുവിൽ സംഘടനയെ 2 വ്യത്യസ്തമായ ചേരികളിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് പ്രസിഡന്റ് ശ്വേതാ മേനോനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗവും മറുവശത്ത് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെ പിന്തുണയ്ക്കുന്നവർ ചേർന്നുകൊണ്ട് സംഘടനയിൽ കടുത്ത ഗ്രൂപ്പ് പോലെ തന്നെ മുറുകുകയാണ്. ഇതിനിടയിലേക്കാണ് സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട പുതിയ വിവാദങ്ങൾ കൂടി കടന്നു വരുന്നത്. പ്രസിഡന്റ് ശ്വേതാ മേനോൻ തൻ്റെ ചില സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി വൻ തുകയുടെ സ്പോൺസർഷിപ്പ് ആവശ്യപ്പെട്ടതായി വിവാദ ദല്ലാൾ TG നന്ദകുമാർ പരസ്യമായി വെളിപ്പെടുത്തിയത് സംഘടനയുടെ വലിയ തോതിലുള്ള പ്രതിച്ഛായ നഷ്ടത്തിന് കാരണമായിട്ടുമുണ്ട്. നമുക്കാദ്യം ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. അതായത് ദല്ലാൽ നന്ദകുമാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. അമ്മയുടെ കുടുംബ സംഗമം നടത്തുന്നതിന് ഒരു സ്പോൺസർ വേണമെന്ന് അമ്മ പ്രസിഡന്റ് അമ്പലത്തിൽ വന്നപ്പോൾ ആവശ്യപ്പെട്ടു. ഞാൻ ചോദിച്ചു, ക്ഷേത്രമാണ് എടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡിസ്കസ് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. പരസ്യം കൊടുത്തു. അമ്മയുടെ കുടുംബ സമൂഹത്തിന് എന്താ തെറ്റ്? ഒന്ന്, കാരണം പണ്ട് KSRTCയിൽ ബസ്സിൽ പരസ്യം സെൻകുമാർ DGP ആയിരിക്കുമ്പോൾ ദേവാലയങ്ങളുടെ സമ്മതിക്കില്ലായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങളെ പരസ്യം ചെയ്ത്. ഇപ്പം എല്ലാം ദേവാലയമേ ഉള്ളൂ. ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞൊരു വനിത ആദ്യമായിട്ട് അമ്മയുടെ തലപ്പത്ത് വന്നപ്പോൾ എനിക്ക് ഒരു തുടക്കത്തിന് ഒരു സഹായമാവുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചു. അല്ലെന്താ തെറ്റ്? അവർ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ പല പരിപാടിക്കും വന്നിട്ടുണ്ട്. ആ പരിചയമുണ്ട്. മനസ്സിലായ? പിന്നെ ഒരു പരിപാടിക്ക് അവർ ഫ്രീ ആയിട്ടല്ല വന്നേക്കണ. അവിടെ വന്ന എല്ലാവരും പെയ്ഡാണ്. മനസ്സിലായി? ഇപ്പം ഈ വിവാദത്തിൽ വന്ന അൻസിബ ചെറുപ്പമായിരുന്ന കാലത്ത്, മനസ്സിലായില്ലേ, അമ്പലത്തിൽ വന്നിട്ടുണ്ട് റസൂൽ പൂക്കുട്ടിയോടൊപ്പം. പിന്നെ അവിടെ ജാതി പരിഗണനയൊന്നുമില്ല. റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കർ കിട്ടിയപ്പോൾ ആദ്യം കൊണ്ടുവന്നത് ഞങ്ങളാണ്. മനസ്സിലായില്ലേ? അവിടെ ആ പരിഗണനയൊന്നുമില്ല.
മനസ്സിലായില്ല. കുടുംബസംഗമത്തിന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു പ്രമുഖ മതസംഘടനയ്ക്ക് നൽകുന്നതിനെ ചൊല്ലി ഭാരവാഹികൾക്കിടയിൽ കടുത്ത വിയോജിപ്പുണ്ടായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് അധോലോക ശൈലിയിലുള്ള വലിയ സമ്മർദ്ദ തന്ത്രങ്ങളും അവിശുദ്ധ ഇടപെടലുകളും നടന്നതായും ആരോപണങ്ങൾ ഉയർന്നതോടെ സംഘടനയുടെ അച്ചടക്കം പൂർണ്ണമായും തകർന്നുകയും ചെയ്തു. സാമ്പത്തിക തിരിമറികൾക്ക് പുറമെ AMMയിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിപരമായ ക്രൂരമായ അധിക്ഷേപങ്ങളും സ്ത്രീവിരുദ്ധ പെരുമാറ്റങ്ങളുമാണ് പൊതുസമൂഹത്തെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നത്. നടി അൻസിബ ഹസൻ സഹപ്രവർത്തകനായ ടിനി ടോമിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വലിയ പ്രതിഷേധത്തോടെ രാജിവെച്ചത് സിനിമാ ലോകത്തെ പിടിച്ചുലച്ച സംഭവം കൂടിയാണ്. തനിക്കെതിരെ ടിനി ടോം നിരന്തരമായി സ്വഭാവഹത്യ നടത്തുകയും വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തതായി അൻസിബ വ്യക്തമാക്കുകയും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. തന്നെ മതതീവ്രവാദി എന്നും ജിഹാദി എന്നും വിളിച്ച് ആക്ഷേപിച്ചതായും മറ്റുള്ളവർക്കിടയിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചതായും ആരോപിച്ച നടി ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുക കൂടിയാണ്. തൻ്റെ അഭിഭാഷകരുമായി വിശദമായി ചർച്ച ചെയ്ത ശേഷവും ടിനി ടോമിനെതിരെ ഔദ്യോഗികമായി പരാതി ഫയൽ ചെയ്യാൻ ഒരുങ്ങുകയാണെന്നും അൻസിബ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അൻസിബയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി നടി നീന കുറുപ്പും രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്ന സാഹചര്യമാണ്. ഫെബ്രുവരി 13 കൊച്ചിയിലെ റീജിയണൽ സ്പോർട്സ് സെന്ററിൽ നടന്ന കുടുംബസംഗമത്തിൻ്റെ ഔദ്യോഗിക റിഹേഴ്സലിനിടെ ടിനി ടോം തന്നെ പരസ്യമായി കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവർഷം നടത്തുകയും ശാരീരികമായി കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് നീന കുറുപ്പിൻ്റെ ഔദ്യോഗിക പരാതിയിലുള്ളത്. നിരവധി സഹപ്രവർത്തകരും താരങ്ങളും നോക്കി നിൽക്കെ സ്ത്രീത്വത്തെ കടുത്ത രീതിയിൽ അപമാനിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചുവെന്നും കൈമുട്ടുകൾ ചുരുട്ടിപ്പിടിച്ച് തികച്ചും അക്രമോത്സുകനായി തൻ്റെ നേർക്ക് പാഞ്ഞെടുത്തപ്പോൾ ചുറ്റുമുണ്ടായിരുന്ന മറ്റ് സഹപ്രവർത്തകർ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ വലിയൊരു അനിഷ്ട സംഭവം തന്നെ അവിടെ സംഭവിക്കുമായിരുന്നെന്നും അവർ പരാതിയിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താൻ നേരിട്ട ഈ ക്രൂരമായ അനുഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് നീന കുറുപ്പ് ഉറപ്പിച്ച് പറയുന്നു. ടിനി ടോം മുമ്പും പല സന്ദർഭങ്ങളിലും സെറ്റുകളിലും സംഘടനയ്ക്കുള്ളിലും സഹപ്രവർത്തകരോട് വളരെ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും സോഷ്യൽ മീഡിയ വഴി മറ്റു വ്യക്തികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും നിരന്തരമായി അപകീർത്തിപ്പെടുത്തുന്നത് ആളുടെ സ്ഥിരം ശൈലിയാണെന്നും അവർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗത്തിനെതിരെ തീർത്തും അടിസ്ഥാനരഹിതമായ രീതിയിൽ മതതീവ്രവാദവും അതുപോലെ മതപരിവർത്തന ശ്രമങ്ങളും ആരോപിക്കുന്നത് താൻ നേരിട്ട് കേട്ടിട്ടുള്ള കാര്യമാണെന്ന് നീന സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്തരം ഗുണ്ടാശൈലിയുള്ള പെരുമാറ്റങ്ങൾ സംഘടനയിലെ ഭൂരിഭാഗം വരുന്ന വനിതാ അംഗങ്ങൾക്കിടയിൽ വലിയൊരു ഭയത്തിൻ്റെ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് സംഘടനയിലെ ജനാധിപത്യപരമായ ചർച്ചകളെയും അഭിപ്രായ പ്രകടനങ്ങളെയും കടുത്ത രീതിയിൽ ബാധിക്കുന്നതായി അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പ്രസിഡന്റ് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും ഔദ്യോഗികമായി പരാതി നൽകിയ നീന കുറുപ്പ് സംഭവത്തിൽ അടിയന്തരവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്നും ടിനി ടോമിനെതിരെ മാതൃകാപരമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നും ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തനിക്കെതിരെ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളും പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ടിനി ടോം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അൻസിബ ആദ്യം സംഘടനയിൽ നിന്നും രാജി സമർപ്പിച്ചപ്പോൾ സ്വന്തം സിനിമകളുടെ തിരക്കുകൾ കാരണമാണ് മാറി നിൽക്കുന്നതെന്നാണ് കത്തിൽ പറഞ്ഞിരുന്നതെന്നും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ സംഘടനയിലെ സജീവ പ്രവർത്തകരെ വ്യക്തിപരമായി തകർക്കാനും തരം താഴ്ത്താനുമുള്ള വലിയൊരു ആസൂത്രണ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുമാണ് ടിനി ടോമിൻ്റെ പ്രതികരണം. വലിയ സ്റ്റേജ് ഷോകളും റിഹേഴ്സലുകളും നടക്കുമ്പോൾ അവിടെ സ്വാഭാവികമായും ചെറിയ ബഹളങ്ങളും ചീത്തവിളികളും ഉണ്ടാകുന്നത് സാധാരണമാണെന്നും താൻ ആരെയും വ്യക്തിപരമായി മോശമായി പെരുമാറിയിട്ടില്ലെന്നും തൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്നും അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഉന്നയിക്കുന്ന കപടമായ വർഗീയ ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്നും അദ്ദേഹം മറുപടിയും വ്യക്തമാക്കി. ഈ വലിയ പൊട്ടിത്തെറികൾക്കിടയിലും സംഘടനയുടെ നാഥനായ പ്രസിഡന്റ് അല്ലെങ്കിൽ നാഥയായ പ്രസിഡന്റ് ശ്വേതാ മേനോൻ താൻ സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയുന്നില്ല എന്ന് പരസ്യമായി തുറന്നു പറഞ്ഞത് ചലച്ചിത്ര ലോകത്തെ വലിയ ഞെട്ടലിന് എത്തിച്ചിരിക്കുക കൂടിയാണ്. കഴിഞ്ഞ ജനുവരി മാസം മുതൽ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ സംഘടനയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളോ ഭരണപരമായ കാര്യങ്ങളോ തന്നെ കൃത്യമായി അറിയിക്കുന്നില്ല എന്നും അവർ തുറന്നടിക്കുകയും ചെയ്തു. തന്നെ ബോധപൂർവം ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ലെന്നും സംഘടനയുടെ ബൈലോ പഠിപ്പിക്കാൻ വന്ന ഒരു അഭിഭാഷകനാണ് സെക്രട്ടറി പദവിയാണ് പ്രസിഡന്റ് പദവിയേക്കാൾ ഉയർന്നതെന്ന് തന്നെ തെറ്റിദ്ധരിപ്പിച്ചെന്നും അവർ ആരോപിക്കുകയും ചെയ്യുന്നു, പരിതപിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തന്നോട് സംഘടന ആവശ്യപ്പെടുകയാണെങ്കിൽ ഒട്ടും മടി കൂടാതെ അഭിമാനത്തോടെ താൻ ആ കസേരയിൽ നിന്നും മാറി നിൽക്കുമെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കുകയും ചെയ്തു. അൻസിബ തൻ്റെ പരാതികൾ ആദ്യം മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷമാണ് സംഘടനയ്ക്ക് മെയിൽ വഴി അയച്ചതെന്നും അത് സംഘടനയുടെ ഭരണഘടനാനുസൃതവും വലിയൊരു അച്ചടക്ക ലംഘനമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. നടി ലക്ഷ്മി പ്രിയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേസ് തികച്ചും വ്യക്തിപരമാണെന്നും അതിൽ സംഘടനയ്ക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നും വ്യക്തമാക്കി അവർ മാലാ പാർവതി ഭാരവാഹികളെ മുഴുവൻ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടത് നിലവിലെ പ്രശ്നങ്ങളിലുള്ള വലിയ വിഷമം കൊണ്ടായിരിക്കുമെന്നും അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അമ്മ സംഘടന നേരിടുന്ന ഈ പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ പുതിയൊരു കാര്യമൊന്നുമല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ സംഘടനയ്ക്കുള്ളിൽ വലിയ തോതിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ടായിരുന്നു. 2018 നടന്ന വലിയ വനിതാ അംഗങ്ങളുടെ സുപ്രധാനമായ മീറ്റിംഗ് വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായ വിവാദം
വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. ഇതൊന്നും കൂടാതെ സംഘടനയുടെ ഓഫീസ് മാനേജറായ അതുല്യം നൽകിയ ഔദ്യോഗിക പരാതിയിൽ ട്രഷറർ ഉണ്ണി ശിവപാലിനും കുക്കു പരമേശ്വരനെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ തൊഴിൽ പീഡന ആരോപണങ്ങളും അനാവശ്യ പെരുമാറ്റങ്ങളും സംഘടനയുടെ വിശ്വാസ്യതയെ മുൻപും വലിയ രീതിയിൽ ഉലയ്ക്കുകയും ചെയ്തിരുന്നു. സ്പോൺസർഷിപ്പ് വിവാദങ്ങളും ഭാരവാഹികളുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും പ്രശ്നങ്ങളെ നാൾക്കുനാൾ വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മുമ്പ് മോഹൻലാൽ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം സംഘടനയിൽ വന്ന ഈ പുതിയ സ്ത്രീ നേതൃത്വം വലിയ പ്രതീക്ഷകളായിരുന്നു നൽകിയിരുന്നത്. എങ്കിലും നിലവിലെ നാണംകെട്ട സംഭവ വികാസങ്ങൾ ആ പ്രതീക്ഷകളെ പോലും മുഴുവൻ പൂർണ്ണമായും ചെയ്യിപ്പിച്ച് കളഞ്ഞിരിക്കുക കൂടിയാണ്. ഈ വിട്ടുമാറാത്ത ആഭ്യന്തര പ്രതിസന്ധികൾ മലയാള സിനിമാ മേഖലയുടെ ഓരോരുത്തരെയും അതിൻ്റെ ആഗോള പ്രതിച്ഛായയും കടുത്ത രീതിയിൽ ബാധിക്കുന്നുമുണ്ട്. സാധാരണക്കാരായ അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അവശത അനുഭവിക്കുന്ന വൃദ്ധരായ ചലച്ചിത്ര അഭിനേതാക്കൾക്ക് നൽകിയിരുന്ന കൈനീട്ട സഹായങ്ങൾ, പുതിയ തലമുറയിലെ കലാകാരന്മാർ നേരിടുന്ന തൊഴിൽപരമായ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് ഒട്ടും ശ്രദ്ധ തിരിക്കാതെ ഭാരവാഹികൾ സ്വന്തം താല്പര്യങ്ങൾക്കായി പരസ്പരം ചെളിവാരി എറിഞ്ഞ് ആഭ്യന്തര യുദ്ധം തുടരുന്നത് സംഘടനയുടെ നിലനിൽപ്പിന് തന്നെ വലിയ ദോഷമാണ് വരുത്തി വച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൊച്ചിയിൽ ചേരാനിരിക്കുന്ന അടിയന്തര എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം സംഘടനയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അതീവ നിർണായകമായി മാറുകയും ചെയ്യും. സംഘടനയിലെ സാമ്പത്തിക കാര്യങ്ങളിൽ സമഗ്രമായ ഒരു ഓഡിറ്റ് നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നും ഭാരവാഹികളെ മാറ്റി പുതിയൊരു തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ അംഗങ്ങൾക്കിടയിൽ നിന്നും ശക്തമായി ഉയർന്നു വരുന്നുമുണ്ട്. സിനിമാ രംഗത്തെ മുതിർന്ന അഭിനേതാക്കളുടെ അടിയന്തര ഇടപെടൽ ഈ ഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന അഭിപ്രായവും ശക്തമായി ഉണ്ടാകുന്നുണ്ട്. നടി അൻസിബ ഹസൻ ആരംഭിച്ച നിയമ നടപടികളും നീനാക്കുറിപ്പ് നൽകിയ ഔദ്യോഗിക പരാതിയും തമ്മിൽ അതിന്മേൽ ടിനിട്ടോ നൽകിയ മറുപടികളും പ്രസിഡന്റ് ശ്വേതാമേനന്റെ നിസ്സഹായത നിറഞ്ഞ പ്രതികരണങ്ങളും ഒപ്പം വിവാദമായ ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച സ്പോൺസർഷിപ്പ് ആരോപണങ്ങളും എല്ലാം ചേർന്ന് ഈ സംഘടനയുടെ ഭാവിയെ വലിയ രീതിയിൽ തന്നെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പൂർണ്ണമായ സാമ്പത്തിക സുതാര്യത, ജനാധിപത്യപരമായ ഭരണരീതി, സഹപ്രവർത്തകർ തമ്മിലുള്ള പരസ്പര ബഹുമാനം, കടുത്ത അച്ചടക്കം എന്നിവ കൃത്യമായി ഉറപ്പാക്കിയാൽ മാത്രമേ AMM എന്ന ഈ പ്രസ്ഥാനത്തിന് ഇനി പൊതുസമൂഹത്തിന് മുന്നിൽ വീണ്ടും ഒരു ശക്തമായ തിരിച്ചുവരവ് സാധ്യമാവുകയുള്ളൂ. നിലവിലെ ഈ നാണക്കെട്ട തർക്കങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാതെ മുന്നോട്ട് പോകുന്നത് സാധാരണക്കാരായ അംഗങ്ങൾക്ക് സംഘടനയിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടുത്തുകയും ചെയ്യും. പൊതുജനങ്ങളും സിനിമാ പ്രേമികളും ഈ വലിയ പ്രതിസന്ധിക്ക് എത്രയും വേഗം ഒരു ശരിയായ പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്.